ഹലോ ഫ്രണ്ട്സ്, ഫിൻടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ATM കാർഡുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു 5 കാര്യങ്ങളാണ്. നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാർഡാണ് ATM കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫിൻടോക്സ്. ദിസ് ഇസ് അലക്സ് ജേക്കബ്. നമ്മൾ പലപ്പോഴും ATM കാർഡ് എടുക്കാൻ മറന്നുപോയതുകൊണ്ടോ അല്ലെങ്കിൽ ATM കാർഡ് കയ്യിലില്ലാത്തതിൻ്റെ പേരിലോ പലപ്പോഴും ATMിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരിക്കും. പേഴ്സണലി ഒരുപാട് തവണ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ATM കാർഡ് ഇല്ലാതെ എന്തെങ്കിലും രീതിയിൽ പൈസ ഈ ATM മെഷീനിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുമെന്ന്. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് ഇന്നത്തെ ബാങ്കുകൾ വന്നിരിക്കുന്നതാണ് കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ എന്ന് പറയുന്ന ഫെസിലിറ്റി. ഇന്നത്തെ മുൻനിര ബാങ്കുകളെല്ലാം തന്നെ ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവർ ചെയ്യുന്നത് അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പോൾ നമ്മളെല്ലാവരെയും ഏത് ബാങ്കാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ബാങ്കിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിലേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്തിട്ട് എത്ര രൂപയാണ് നമുക്ക് ATMിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളൊരു റിക്വസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നമുക്കൊരു SMS വരും. ആ SMS എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇനി പൈസ പിൻവലിക്കാനായിട്ട് നമ്മൾ അടുത്തുള്ള ATM കൗണ്ടറിൽ പോവുക. അതിനുശേഷം അവിടെ അവർ കൊടുത്തിരിക്കുന്ന ഈ കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറും ഈ ATM കാർഡിൻ്റെ പിൻ നമ്പറും അതുപോലെ തന്നെ നമുക്ക് SMS ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു റെഫറൻസ് നമ്പറും എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന അത്രയും എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരിക്കലും ATM കാർഡ് ഇനി കയ്യിൽ കൊണ്ട് നടക്കണ്ട. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ കാർഡ്ലെസ് ആയിട്ട് നമുക്ക് ATMിൽ നിന്ന് പൈസ പിൻവലിക്കാമെന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് കുറേ പേർക്ക് അറിയാമെങ്കിലും പലരും ഇത് യൂസ് ചെയ്യുന്നില്ല. ഇത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ഇനി നിങ്ങൾ ഒരിക്കലും ATM കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ, കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എടുക്കാൻ മറന്നതിൻ്റെ പേരിൽ ഒരു ക്യാഷ് വിഡ്രോവൽ നിങ്ങൾ ഒഴിവാക്കണ്ട. നിങ്ങളുടെ മൊബൈൽ വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു ക്യാഷ് വിഡ്രോവൽ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പിൻവലിക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 20,000 റുപ്പീസാണ്. അതൊരു ഡെയിലി ലിമിറ്റാണ്. അപ്പോൾ നമുക്ക് ഓരോ ബാങ്കിനും അവരുടേതായ രീതിയിൽ ചിലപ്പോൾ ഈ ഒരു എമൗണ്ടിന് ചെറിയൊരു വ്യത്യാസം വന്നേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ രീതികളിലും ചെറിയൊരു വ്യത്യാസം വന്നിരിക്കാം. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പല ആളുകളും ക്രെഡിറ്റ് കാർഡ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിൻ്റെ ഒരു മെയിൻ അവരുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയണത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ EMI ഫെസിലിറ്റി കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു 70% വരുന്ന ആളുകളും ഈ ക്രെഡിറ്റ് കാർഡിനെ ഡിപ്പെൻഡ് ചെയ്യണത്. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫെസിലിറ്റി ആക്ച്വലി നിങ്ങളുടെ പല ഡെബിറ്റ് കാർഡുകളിലുണ്ട്. പല ബാങ്കുകൾ ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെബിറ്റ് കാർഡിൽ നിങ്ങൾക്ക് EMIയിൽ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ പല ആളുകളും അത് ശ്രദ്ധിക്കാതെ വളരെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഡെബിറ്റ് കാർഡിൽ തന്നെ നിങ്ങൾ പരമാവധി ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. ഡെബിറ്റ് കാർഡിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് ബോണസ് പോയിന്റും ഡിസ്കൗണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാലോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പല ആളുകളും പ്രയോജനപ്പെടുത്താറില്ല എന്നുള്ളതാണ് സത്യം. അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം, അവർ യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡിൻ്റെ ആ ഓരോ ട്രാൻസാക്ഷനും വാലിഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനുകൾക്ക് ക്രെഡിറ്റ് പോയിന്റുകൾ കിട്ടാറുണ്ട്. ഈ പോയിന്റുകൾ പലരും പേ ബാക്ക് കാർഡുമായിട്ട് ലിങ്ക് ചെയ്തതിന് ശേഷം അവർ സാധാരണ അത് ഡൊമിനോസിലോ KFCയിലോ ബിഗ് ബസാറിലോ റിലയൻസ് ട്രെൻഡ്സിലോ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ പേ ബാക്ക് പോയിന്റ്സ് അവർ റിഡീം ചെയ്തുകൊണ്ട് ഡിസ്കൗണ്ട് വാങ്ങാറുണ്ട്. ഈ സെയിം ഫെസിലിറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെബിറ്റ് കാർഡിലും അവൈലബിൾ ആണ്. ഇതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഒരു പേ ബാക്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേ ബാക്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ബാക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേ ബാക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ പേ ബാക്ക് അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡിനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഓരോ ഷോപ്പിങ്ങിനും നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് എല്ലാം ഈ പേ ബാക്ക് കാർഡിൽ അക്യുമുലേറ്റ് ആവും. എന്നിട്ട് ഇത്ര പോയിന്റ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിഡീം ചെയ്തിട്ട് വൗച്ചറുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ വാങ്ങാം. ഈ ഗിഫ്റ്റ് വൗച്ചറുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക്
KFC, ഡൊമിനോസ്, ബിഗ് ബസാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പല ആളുകളും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് അറിയാമെന്നുണ്ടെങ്കിലും ഡെബിറ്റ് കാർഡിലും ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത് പല ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ പലരും ഇത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഹ്യൂജ് ഡിസ്കൗണ്ട്, അതായത് 500 രൂപയുടെയും 1000 രൂപയുടെയൊക്കെ ഡിസ്കൗണ്ട് പോലും ഇങ്ങനെയുള്ള പേ ബാക്ക് പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നേടാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പല ആളുകളും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡെബിറ്റ് കാർഡിനെ ഒരു പേ ബാക്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ഒരു ATM കാർഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ATM പോയിട്ട് പൈസ വിഡ്രോ ചെയ്യാൻ മാത്രമായിട്ടാണ്. എന്നാൽ ഈ ATM ഡെപ്പോസിറ്റ് ഫെസിലിറ്റിയുള്ള മെഷീനുകളുണ്ട്. അങ്ങനെയുള്ള മെഷീനുകളിൽ നമുക്ക് ഈ സെയിം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാങ്കിൽ പോവാണ്ട് തന്നെ നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ പല ആളുകളും ഇങ്ങനെയുള്ള മെഷീനുകൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ദിവസം ഈ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് നോക്കുക. കാരണം ഇനി അങ്ങോട്ട് ഒരുപക്ഷെ നമുക്ക് ഈ ബാങ്കിലുള്ള ലോങ് ക്യൂ ഒക്കെ ഒഴിവാക്കിയിട്ട് വളരെ ഈസി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പല ബാങ്കുകളും ഈ ഒരു ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ പല റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരു പക്ഷേ ബാങ്കിൽ വലിയൊരു ക്യൂ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ATM കാർഡ് മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നമ്മൾ പലരും ATM മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് കുറച്ച് നാൾ മുമ്പ് വരെ പലരും ATM മെഷീൻ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് കാർഡ് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് തിരിച്ചപ്പം തന്നെ എടുക്കും. അതായത് നമ്മൾ സ്വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പിൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ അടുത്തൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ATM കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ കാർഡ് അതിനകത്ത് ലോക്ക് ആവാറുണ്ട് എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മുടെ ATM കാർഡുകളിൽ പൊതുവെ മുന്നുണ്ടായിരുന്ന ഒരു രീതി മാറ്റി പുതിയൊരു ടെക്നോളജിയാണ് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പഴയ കാർഡുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് ആകെ നിങ്ങൾക്ക് കാണാവുന്നത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് മാത്രമാണ്. എന്നാൽ പുതിയ ATM കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിം കാർഡിലൊക്കെ കാണുന്ന പോലെ ഒരു ചിപ്പും അതിൻ്റെ താഴത്തെ സൈഡിലുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പും കാണാം. അപ്പോൾ അങ്ങനെയുള്ള കാർഡുകൾ ഒരിക്കലും നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് ആ ചിപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. കാരണം അത് കുറച്ചുകൂടെ സെക്യൂർ ആയതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് അങ്ങനെയുള്ള സെക്യൂർ ആയിട്ടുള്ളൊരു സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ കാർഡുകളൊക്കെ ATM മെഷീനിൽ നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർഡ് മെഷീനകത്ത് ലോക്കാവും. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു പണമിടപാട് കഴിയുന്നവരെ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഒരു കാർഡ് അതിനകത്ത് ലോക്കായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അത് പഴയ ആളുകളെ സംബന്ധിച്ച് അവർക്ക് പലർക്കും ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ATM കാർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഇനി മുതൽ എല്ലാ കാർഡുകളും ATM മെഷീനിൽ ലോക്കാവും. അതിനുശേഷം നിങ്ങളുടെ പണമിടപാട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാർഡ് പിൻവലിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ATM കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി ഇനി മുതൽ ATM കാർഡ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ATM കാർഡിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒരു പക്ഷേ പലർക്കും അറിയുന്നതായിരിക്കും, പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ ഇതുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.